കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ്. വൈകിട്ട് 6 മണിവരെ 78.01 പോളിംഗ് നടന്നു. തിരുവനന്തപുരം ജില്ലയിൽ 76.98% പോളിംഗ് രേഖപ്പെടുത്തി. നേമം, കാട്ടാക്കട മണ്ഡലങ്ങളിൽ 80%-ലേറെ പോളിംഗ് നടന്നു. ഏറ്റവും കുറവ് ആറ്റിങ്ങലിലാണ്. ഇനി വിധി അറിയാൻ 23 ദിവസത്തെ കാത്തിരിപ്പ്. പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 89.87%, അസമിൽ 84.42% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് മുഖ്യമന്ത്രി. നവകേരളത്തിനായി മുന്നേറാമെന്ന മുഖ്യമന്ത്രി. പ്രബുദ്ധ കേരളത്തിന് നന്ദി പറഞ്ഞ് പ്രതിപക്ഷ നേതാവ്. UDF ഭരണം ഉറപ്പിച്ചെന്നും പ്രതിപക്ഷ നേതാവ്. പോളിംഗ് ദിനത്തിൽ വടക്കൻ കേരളത്തിൽ വ്യാപക ആക്രമണം. ധർമ്മടം, തലശ്ശേരി, മട്ടന്നൂർ, പയ്യന്നൂർ, പേരാവൂർ മണ്ഡലങ്ങളിൽ UDF ബൂത്ത് ഏജന്റുമാർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. CPM പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് UDF ആരോപിച്ചു. ഇരിങ്ങാലിക്കുടയിൽ BJP ബൂത്ത് പ്രസിഡന്റ് സുരേഷിന് വയറ്റിൽ കുത്തേറ്റു. അടൂർ പഴകുളം ആലുംമൂട്ടിൽ ബൂത്ത് സ്ഥാപിക്കുന്ന തർക്കത്തിനിടയിൽ ആക്രമണത്തിൽ BJP പ്രവർത്തകർക്ക് പരിക്കേറ്റു. LDF പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് BJP ആരോപിച്ചു. BJP ബൂത്ത് പ്രസിഡന്റ് ബിജു പുള്ളിപ്പാറയിൽ, കർഷക മോർച്ച പന്തളം മണ്ഡലം ജനറൽ സെക്രട്ടറി ആലുമൂട് മോഹനൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ലെബനിയിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ. ഹിസ്ബുല്ല നേതാവ് നയിം ഖാസിമിന്റെ അനന്തരവനും പേഴ്സണൽ സെക്രട്ടറിയുമായ അലി യൂസഫ് ഹർഷിയെ കൊലപ്പെടുത്തി. കൊല്ലം കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ 7 വർഷം മുൻപ് കുഴിച്ചിട്ട തൊണ്ടി മുതലായ പടക്കങ്ങൾ കൊടും ചൂടിൽ പൊട്ടിത്തെറിച്ചു. ആളപായമില്ല. പാഠ്യേതര രംഗത്തെ മികവിൽ ഇന്ത്യയിലെ 3000-ലധികം സ്കൂളുകളോടൊപ്പം പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത, പവേർഡ് ബൈ ലീഡ് സ്കൂൾ, മുംബൈ. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ പ്ലേ ക്ലാസ് ടു ഗ്രേഡ് 11. ഭാവിയെ വിജയത്തിലേക്ക് നയിക്കുന്ന പഠനം.